എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. SLC +2 റിസൾട്ട് 2024 വിദ്യാർത്ഥികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്നതിന് മുമ്പായി തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തും കൂടി എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. SLC +2 റിസൾട്ട് 2024 വിദ്യാർത്ഥികൾക്ക് വളരെ സന്തോഷം നൽകുന്നൊരു വാർത്തയാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മേഖലയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. SLC റിസൾട്ട് മെയ് 8-നും +2 റിസൾട്ട് മെയ് 9-നും പുറത്തു വരുന്നു എന്ന സുപ്രധാനമായ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം ഗ്രേസ് മാർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ SLCയിലെ കാര്യമെടുക്കുകയാണെങ്കിൽ ഈ വർഷം A+കളുടെ എണ്ണം കുത്തനെ കൂടാനുള്ള സാധ്യത, നല്ല വിജയശതമാനമൊക്കെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ 99 ഒക്കെ എല്ലാ വർഷവും വിജയശതമാനം ഉണ്ടാകുന്നുണ്ട്. ഈ വർഷവും അതുപോലെ തന്നെ വിജയശതമാനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. കാരണം വാല്യുവേഷൻ ക്യാമ്പിലെ അധ്യാപകർ പറഞ്ഞത് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം നല്ല രീതിയിൽ മാർക്ക് എഴുതിയിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇന്നലെ ഇന്നുമായിട്ട് ഒരു അറിയിപ്പ് വന്നായിരുന്നു. ഒരു SLC വിദ്യാർത്ഥി എന്ത് ചെയ്തു, തോൽവി പേടിച്ച് ആത്മഹത്യ ചെയ്ത സംഭവം. പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്താണ്, SLCയും +2 റിസൾട്ട് നിങ്ങളുടെ ജീവിതം നിർണ്ണയിക്കുന്ന ഒരു റിസൾട്ട് അല്ല എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്നലെ ഒരു 15 വയസ്സുകാരി വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത റിപ്പോർട്ട് ചെയ്തായിരുന്നു. അതിൻ്റെ വാർത്ത ഞാനും കണ്ടായിരുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങളോട് എനിക്ക് ഒറ്റൊരു കാര്യമേ പറയാനുള്ളൂ. എന്താണ്, തോൽക്കുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങൾ പരാജയപ്പെട്ടു പോവില്ല. പ്രിയ വിദ്യാർത്ഥികളെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. SLC തോൽക്കുകയല്ലടാ അങ്ങനെയൊന്നും. എല്ലാ വർഷവും 99 വിജയമുണ്ട് SLCക്ക്. +2ൻ്റെ കാര്യമായിക്കോട്ടെ, നിങ്ങൾ ഏത് വിഷയം നിങ്ങൾ ഏത് വിഷയത്തിനെ +2ൻ്റെ കാര്യമായിക്കോട്ടെ, നിങ്ങൾ എങ്ങനെയും തോറ്റുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനത്തെ ഒന്നും പ്രവർത്തികൾ ചെയ്യാതെ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തെടുക്കാൻ അവസരമുണ്ടോ, നിങ്ങൾക്കത് എഴുതിയെടുക്കാൻ സാധിക്കും. അല്ലാതെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ അത് ഇന്നലെ ഒരു വാർത്ത വന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കാര്യം പ്രത്യേകം എടുത്ത് വിദ്യാർത്ഥികളുടെ ഇടയിൽ പറഞ്ഞത്. SLC ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവം. അപ്പം ഇനി ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. അതായത് ഇനി ഒരു വിദ്യാർത്ഥിക്ക് പോലും അങ്ങനത്തെ ഒരു അവസ്ഥ, SLC ആയിക്കോട്ടെ, +1 ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, ഏത് പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥി ആയിക്കോട്ടെ, ഇനി ഒരു വിദ്യാർത്ഥിക്ക് അങ്ങനൊരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അടുത്ത കാര്യത്തിലേക്ക് കിടക്കുകയാണ്. SLC റിസൾട്ടിനെ കുറിച്ച് ഇപ്പോൾ ഗ്രേസ് മാർക്കിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് CE മാർക്ക് ഉപയോഗിച്ച് ജയിക്കാൻ സഹായിക്കും. ഈ വർഷം വിജയശതമാനം കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നും അധ്യാപകർ പറഞ്ഞത്. ഏതായാലും റിസൾട്ട് 8-ാം തീയതി വരും. A+കളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വളരെ സുപ്രധാനമായ അറിയിപ്പെന്ന് വിദ്യാർത്ഥികൾ തീർച്ചയായും ഓർത്തിരിക്കുക. അതുമാത്രമല്ല, SLC തോൽക്കാൻ വളരെ കടുപ്പമാണ്, ജയിക്കാനാണ് SLC എളുപ്പം. കാരണം നിങ്ങളെ CE മാർക്ക് ജയിക്കാൻ സഹായിക്കും. അതായത് 40 മാർക്കിൻ്റെ പരീക്ഷയിൽ 12 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ പാസ്സാകും. വെറും 10 മാർക്ക് നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. പിന്നെ 2 മാർക്ക് നിങ്ങൾ എഴുതിയെടുത്ത 2 മാർക്കാണ് നിങ്ങൾക്ക് എഴുതിയെടുക്കേണ്ടി വരുന്നത്. ഇനി 80 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് 24 മാർക്ക് വേണം. 24 മാർക്ക് വേണ്ടെടുത്ത് 20 മാർക്ക് നിങ്ങളുടെ അധ്യാപകൻ നിങ്ങൾക്ക് CE മാർക്കായിട്ട് തരും. വെറും 4 മാർക്കാണ് നിങ്ങൾ എഴുതിയെടുക്കേണ്ടത്. എന്നിട്ടും പല വിദ്യാർത്ഥികൾക്കും ടെൻഷനാണ്, പേടിയാണ് SLC തോൽക്കുമോ എന്ന്. SLC നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് ഒന്നുമല്ലടാ. SLC ഒക്കെ പാസ്സായി പോകും. SLC ഒക്കെ പാസ്സാകാൻ എളുപ്പമാണ്. ജസ്റ്റ് പാസ്സെങ്കിലും തന്നെ ഏകദേശം എല്ലാ വിദ്യാർത്ഥികളും തന്നെ ജസ്റ്റ് പാസ്സെങ്കിലും ആയിപ്പോകും. എന്നാലും തോൽവി ശതമാനം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇനി ഏതെങ്കിലും വിഷയത്തിന് SLC ആയിക്കോട്ടെ, +1 ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, തോറ്റു പോയി കഴിഞ്ഞാൽ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് എഴുതിയെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് അവസരമുണ്ടാ എഴുതിയെടുക്കാനുള്ള അവസരം ഇനിയുമുണ്ട്. അതുകൊണ്ട് തന്നെ തോൽക്കുന്ന വിദ്യാർത്ഥികളൊന്നും യാതൊരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സംബന്ധിച്ചുള്ള നിങ്ങളുടെ മുഴുവൻ സംശയങ്ങളും നമ്മൾ സമയത്ത് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യും. അതിൻ്റെ സർക്കുലറും കാര്യങ്ങളും വരാത്തതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് കൂടുതൽ പോവാത്തത്. അതിൻ്റെ സർക്കുലറും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരിക്കും. ഒരു വീഡിയോ അല്ല, വിദ്യാർത്ഥികൾക്ക്
ഇമ്പ്രൂവ്മെൻ്റ് റിസൾട്ട് വരുന്നത് വരെ നമ്മുടെ ചാനലിൽ കൂടെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ വാർത്തകൾ നിരവധി വന്നുകൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, SLC +2 റിസൾട്ടിനെ കുറിച്ചാണ് കൂടുതലും നമ്മുടെ ചാനലിൽ കൂടെ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് സമയമാകുമ്പോൾ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ച് വീഡിയോ ചെയ്യും. വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, SLC ആയിക്കോട്ടെ, +1 ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഇപ്പോൾ നിങ്ങൾ ഒരു വിഷയത്തിനോ 2 വിഷയത്തിനോ ഒക്കെ ഫെയിലായി പോയാലും നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയെടുക്കാൻ സാധിക്കും. ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി നിങ്ങൾക്കത് വിജയിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഇന്നലെ സംഭവിച്ച പോലത്തെ ഒരു SLC വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് സംഭവം ഏറെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഒരു വിദ്യാർത്ഥിക്കും അങ്ങനെ സംഭവിക്കരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാ ഫ്രണ്ട്സിനും ബൈ. പിന്നെ SLC റിസൾട്ട് മെയ് 8-നും +2 റിസൾട്ട് മെയ് 9-നും തന്നെ വന്നിരിക്കും. അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക.